രണ്ടാഴ്ചയ്ക്കിടെ 10 ക്രിസ്ത്യാനികളെ കൊല്ലുകയും 200 വീടുകൾ കത്തിക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ്. മൊസാംബിക്കിൽ ജനുവരി 3 മുതൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലാണ് ഇത്രയധികം നാശനഷ്ടങ്ങളുണ്ടായത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെയും വീടുകൾ കത്തിക്കരിഞ്ഞതിൻ്റെയും ഫോട്ടോ ഉൾപ്പെടുത്തി ഐസിസ് വാരികയിൽ റിപ്പോർട്ട് നൽകിയതായും പറയപ്പെടുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു ഈ ആക്രമണങ്ങളെന്ന് വിവരിക്കുന്ന ഐസിസ് നേതാവിൻ്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. 2017 മുതൽ പ്രദേശത്ത് നടന്ന ആക്രമണങ്ങളിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. 2024 വേൾഡ് വാച്ച് ലിസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ 39ാമത്തെ സ്ഥാനമാണ് മൊസാംബിക്കിനുള്ളത്. അതേസമയം പീഡനങ്ങൾക്കിടയിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പ്രദേശത്ത് സേവനം ചെയ്യുന്ന മിഷണറിമാർ പറയുന്നു. ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന സമാധാന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, USA, പാലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാ ആഴ്ചയും സൂം പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന 100ാമത്തെ പ്രാർത്ഥന ഇക്കഴിഞ്ഞ ദിവസം നടന്നു. ഫെബ്രുവരി 2022 മുതൽ ആരംഭിച്ചതാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ. യുദ്ധം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ പ്രാർത്ഥനയുടെ ആവശ്യം തങ്ങൾക്ക് ബോധ്യപ്പെട്ടതായും അന്നു മുതൽ ആരംഭിച്ച പ്രാർത്ഥനയിൽ ഇപ്പോഴും 100ഓളം അംഗങ്ങൾ പങ്കുചേരുന്നതായും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഫ്രാൻസിസ് പാപ്പ ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ പാപ്പുവ ന്യൂഗിനിയ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പാപ്പ രാജ്യത്ത് എത്തുമെന്ന് വത്തിക്കാനിൽ നിന്ന് സന്ദേശം ലഭിച്ചതായി പാപ്പുവ ന്യൂഗിനിയ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വംശീയ കലാപങ്ങൾ മൂലം രാജ്യതലസ്ഥാനം പ്രശ്നകലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. ജീവന് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വിൻചെസോ പാല്യ 8 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ക്ഷണപ്രകാരമാണ് ആർച്ച് ബിഷപ്പ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 2 ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘവുമായി ആർച്ച് ബിഷപ്പ് വിൻചെസോ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ പരിക്കേറ്റ 100-ലധികം കുട്ടികളെ വിദഗ്ധ ചികിത്സയ്ക്കായി റോമിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായി ഗാസയിൽ സേവനം ചെയ്യുന്ന ഫാദർ ഇബ്രാഹിം ഫാൽറ്റാസ് പറഞ്ഞു. ഇസ്രായേലി അധികാരികളുടെ സമ്മതത്തോടെ വിശുദ്ധനാടിന്റെ സംരക്ഷണ ചുമതലയുള്ള വൈദികരാണ് ഇതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏകദേശം 120ഓളം കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കത്തോലിക്ക പീഡിയാട്രിക് ഹോസ്പിറ്റലായ ബാംബിനോ ഗസോയിലാണ് കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.